ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെടുക, പരിചയം പിന്നെ പ്രണയത്തിലേക്ക് വഴിമാറുക, പ്രണയം പിന്നെ ശാരീരിക ബന്ധത്തിലേക്ക് വഴിമാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. യു.പി. സ്കൂളിലും ഹൈസ്കൂളിലും പ്ലസ് ടുവിലും കോളേജിലുമൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളെ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെടുക, അവരെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങി പ്രണയം നടിച്ച് ശാരീരികമായി ബന്ധപ്പെടുന്ന ഒരു സാഹചര്യം കേരളത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ശാരീരികമായി പല രീതിയിലും ഉപദ്രവം നടക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം ഈ ചങ്ങലയുടെ റാക്കറ്റിൻ്റെ കെണിയിൽപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയാത്ത സാഹചര്യം. കേരളത്തിലെ പല അവിവാഹിതരായ ഗർഭിണിമാരുണ്ടായിട്ടുണ്ട്. അവിവാഹിതരായ അമ്മമാർ ആകാൻ പോകുന്ന പല കുട്ടികളും കേരളത്തിൽ ഉണ്ട്. വിദേശ കൾച്ചറുകൾ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ ആ വിദേശ കൾച്ചറിൻ്റെ നല്ല വശങ്ങൾ മാത്രം നമ്മൾ ഉൾക്കൊള്ളണം. പണ്ട് കാലത്തൊക്കെ വിദേശ രാജ്യങ്ങളിലെ ലേഖനങ്ങളും മറ്റും വായിക്കുമ്പോൾ വിദ്യാലയങ്ങളിലും കോളേജ് തലങ്ങളിലും അവിവാഹിതരായ അമ്മമാർ ഉള്ള ഒരു കാലഘട്ടത്തെക്കുറിച്ചൊക്കെ വായിച്ചും ചർച്ചകൾ കേട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ ഈ കൊച്ചു കേരളത്തിലും പല രീതിയിലും ലൈംഗികപരമായി വിദ്യാർത്ഥികളെ ഉപയോഗപ്പെടുത്തുന്ന റാക്കറ്റുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. നമ്മളെ മക്കളെ നേർവഴിയിലേക്ക് നടത്തേണ്ടത് രക്ഷിതാക്കളുടെ ബാധ്യതയാണ്, സമൂഹത്തിൻ്റെ ബാധ്യതയാണ്, അധ്യാപകരുടെ ബാധ്യത. പക്ഷേ ഒരു ഉപദേശവും സ്വീകരിക്കാൻ ഇന്നത്തെ തലമുറ തയ്യാറാവില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പല കാര്യങ്ങളും രക്ഷിതാക്കൾ അറിയാൻ മാസങ്ങളും വർഷങ്ങളും എടുക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരു വീട്ടിൽ തന്നെ ഗർഭിണിയായി 5-6 മകള് ഗർഭിണിയായത് 5-6 മാസം കഴിഞ്ഞിട്ടാണ് ആ വീട്ടിലെ രക്ഷിതാക്കൾ അറിയുന്നത് എന്നത് എന്തൊരു വിരോധാഭാസമാണ്. കുട്ടികൾ പല കാര്യങ്ങളും ചോദിച്ചാൽ തർക്കുത്തരവും മറ്റും പറഞ്ഞ് അവിടുന്ന് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സമൂഹം, നിങ്ങൾ ആലോചിക്കേണ്ടത് പവിത്രമായ ജീവിതമാണ്. നിമിഷ നേരത്തേക്ക് ഇത് നശിപ്പിക്കാൻ ഒരുപാട് ആളുകൾ പലതും കണ്ട് പ്രലോഭിക്കും. ഇതിൽ നിന്നും രക്ഷപ്പെടാൻ നിങ്ങൾ തന്നെ മനസ്സുകൊണ്ട് വിചാരിക്കണം. പല പ്രശ്നങ്ങളും പല പ്രതിസന്ധികളിലുമൊക്കെ നമ്മളെ ആശ്രയിച്ച് വരുന്നവരുടെ കഥകൾ കേൾക്കുമ്പോൾ ഉത്തരം പറയാൻ കഴിയാത്ത കഥകളാണ് പല ആളുകൾക്കും പറയാനുള്ളത്. അത് ഇൻസ്റ്റഗ്രാമിലൂടെ തുടങ്ങിയ പ്രണയത്തിൻ്റെ ഭാഗമാണ്. സ്വന്തം പണം നഷ്ടപ്പെട്ടത്, മാനം നഷ്ടപ്പെട്ടത്, സ്വർണം നഷ്ടപ്പെട്ടത്, പല രീതിയിലും നിങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടിയാണ് സോഷ്യൽ മീഡിയയിലൂടെയുള്ള പരിചയവും തുടർന്നുള്ള പ്രണയവും നിങ്ങൾക്ക് നൽകുന്ന സ്നേഹവും കെയറിങ്ങും എന്ന് മനസ്സിലാക്കിയാൽ പുതിയ സമൂഹത്തിന് നന്ന് എന്ന് മാത്രം അഭിപ്രായം നിങ്ങളുമായി പങ്കുവെക്കുകയാണ്.